2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ല ശ്രദ്ധിച്ചില്ല എങ്കിൽ UDFിൻ്റെ അടിത്തറ ഇളകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ചാലക്കുടി എന്നുള്ള ഒറ്റ സീറ്റ്, ആ ഒറ്റ സീറ്റിൽ വെറും 1000-ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒറ്റ സീറ്റ് ഒഴിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ വേറെ സീറ്റ് UDFിനില്ല. പക്ഷേ കരുണാകരൻ അന്തിയുറങ്ങുന്ന മണ്ണ്, കരുണാകരൻ്റെ തട്ടകം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFിനെ കൈവിട്ടാൽ പിന്നെ എന്ത് ചെയ്യും UDF എന്ന് പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. മാത്രമല്ല DCC ആകെ തകർന്നുപോയ ഒരു ജില്ല, എല്ലാ തരത്തിൽ നോക്കിയാലും ലോകസഭയിൽ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ജില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയിൽ UDF തിരിച്ചു വന്നില്ല എങ്കിൽ UDF ഭരണത്തിലേറാൻ 3-ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തൃശ്ശൂർ ശ്രദ്ധിച്ചല്ലേ പറ്റുള്ളൂ. നമ്മുടെ ഈ ചർച്ചയിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ പറയുന്നത് നല്ലതല്ല എന്നറിയാമെങ്കിൽ പോലും കോൺഗ്രസിന് എങ്ങനെ ഈ തകർച്ച വന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് 1967 കേവലം 9 സീറ്റിലാണ് കോൺഗ്രസ് കേരളത്തിൽ ജയിച്ചത്. ആ കൂട്ടത്തിൽ തൃശ്ശൂരിൽ നിന്നും 4 സീറ്റുകളോളം ഉണ്ടായിരുന്നു. മാള, മണലൂർ, ചാലക്കുടി, ഒരെണ്ണം കൂടെ ഉണ്ട്. 4 സീറ്റ് കോൺഗ്രസ് ജയിക്കാൻ. ഒല്ലൂര്. ഈ 4 സീറ്റ് ജയിക്കുന്ന സ്ഥാനത്താണ് ചാലക്കുടി ജയിച്ചെന്ന് പറയണ്ട, 1000 വോട്ടിനെ ജയിച്ചിരിക്കുന്നത്. അപ്പം മുഴുവൻ സീറ്റ് LDF ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതെങ്ങനെ മാറി? ഒന്ന് നേതൃത്വത്തിൻ്റെ പ്രവർത്തനരാഹിത്യം, 2 അധികാരമോഹികളെല്ലാം പാർട്ടിയെക്കാളും വലുതായി ഗ്രൂപ്പിസത്തെ കാണുന്ന, ഗ്രൂപ്പിസത്തെ താലോലിച്ച് വളർത്തുന്ന ഒരു കൂട്ടം നേതാക്കന്മാരുടെ ഒരു കൂട്ടം എന്ന് മാത്രമേ തൃശ്ശൂർ ജില്ലയിലെ പാർട്ടിയെ പറയാൻ കഴിയൂ. അതൊരു പാർട്ടി എന്നൊക്കെ പറയാൻ കഴിയില്ല. മുരളീധരനെ ആനയിച്ചു കൊണ്ടുവരുന്നു, മുരളീധരനെ തോൽപ്പിച്ചു വിടുന്നു. കോൺഗ്രസിന്റെ സ്ഥിരമായി ജയിക്കുന്ന വടക്കാഞ്ചേരി സീറ്റ് മുരളീധരൻ തോൽക്കുന്നു. കരുണാകരൻ ഉണ്ടാകുന്നത് വരെ ഏത് സീറ്റ് ജയിക്കാത്ത കരുണാകരൻ തൃശ്ശൂർ ഈ 2 മുരളിയെ കരുണാകരൻ കൊണ്ടുവന്നു. അന്ന് ഒത്തിരി കിങ്ങിണിക്കൂട്ടെന്നൊക്കെ പറഞ്ഞൊരു ഒത്തിരി എതിർപ്പുണ്ടായി. പക്ഷെ മുരളി അതിനെ അതിജീവിച്ച് വളർന്നു. അതെ, മന്ത്രിസ്ഥാനം രാജിവെച്ച് മുരളി ഇങ്ങോട്ട് മത്സരിക്കാൻ വന്നപ്പം ആന്റണിയുടെ ആ ചതിക്കുഴിയിൽ മുരളി വീണു. അതെ, സത്യം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി അത് പോട്ടെ, മുരളിയെ ജനം സഹിച്ചു. കോഴിക്കോട് മത്സരിച്ച് ജയിച്ചതോടുകൂടി മുരളിക്കൊരു താരപരിവേഷമൊക്കെ ഉണ്ടായി. അപ്പോഴാണ് പത്മജ വരുന്നത്, മകളും കൂടെ വരികയാണ്. സാവിത്രി ലക്ഷ്മണനൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് വോട്ട് ജയിച്ച സ്ഥലത്ത് ജയിക്കുന്ന സീറ്റ് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് പത്മജ. ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ്. അപ്പോൾ അങ്ങനത്തെ സീറ്റുകൾ മത്സരിക്കാൻ മതി. അതെ, എന്നിട്ട് തോറ്റാൽ ഒരു വാചകം പറയും, കൂട്ടത്തിലുള്ള ഒരു കാലുവാരി. അതേസമയം ഇവരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യുന്നത്. ഇവരെ ഇഷ്ടമുണ്ടെങ്കിൽ കാലുവാരിയല്ലോ. ഇവർ സ്വീകാര്യമല്ലാത്തതുകൊണ്ട് മാത്രം തോക്കുന്ന, അല്ലെ വോട്ട് കുറയുന്ന സീറ്റുകളുണ്ട്. ഇപ്പം ആന്റണി പാർലമെന്റിൽ, കൊടിക്കുന്നിൽ സുരേഷ്, ഇതൊക്കെ വോട്ട് കുറയും. ഇവർ പറഞ്ഞ ആരെയാ കുറ്റപ്പെടുന്നത്? തങ്ങൾ സ്വീകാര്യമല്ല നോക്കി ഒരു സ്വയം എന്തുമാത്രം. അതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ മണ്ഡലവും വിശകലനം ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്ന ഒരു 3 മണ്ഡലം, തൃശ്ശൂർ, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, വളരെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളാണ്. വേണമെങ്കിൽ UDFന് പിടിച്ചെടുക്കാം. അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ഇന്നത്തെ സ്വഭാവം വെച്ച് നോക്കിയാൽ സുഖമായി 3ലും തോൽക്കുകയും ചെയ്യും. അതുപോലെയുള്ള 3 മണ്ഡലങ്ങളാണ്. തൃശ്ശൂർ കരുണാകരൻ അന്തിയുറങ്ങുന്ന മണ്ഡലം. എങ്ങനെ നോക്കിയാലും, ഗുണിച്ചും ഹരിച്ചും നോക്കിയാലും UDFന്, കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള മണ്ഡലം. എന്തുകൊണ്ട് അവിടെ തോൽക്കുന്നു? 2 പ്രാവശ്യവും 900-1000 വോട്ടിന് പത്മജ വേണുഗോപാൽ എന്ന കരുണാകരൻ്റെ മകൾ തോൽക്കുന്നു. അവർ BJPയിലേക്ക് പോകുന്നു. CPIയുടെ ആദ്യത്തേത് VS സുനിൽകുമാർ ആകട്ടെ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. രണ്ടാമത് അത്രയും പ്രസക്തിയില്ലാത്ത ഒരാളോട്, ബാലചന്ദ്രൻ എന്ന അദ്ദേഹമാണ് ഇപ്പോൾ MLA, അദ്ദേഹത്തോടും ഇതേ വോട്ടിന് അവർ തോൽക്കുന്നു. ഇത് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് വേണം പറയാം. എല്ലാ പാർട്ടിയിലും ഉണ്ട്. എന്നാലും പത്മജയുടെ പേര് ആദ്യം തന്നെ മടിയോടെയാണേലും പറഞ്ഞതിൻ്റെ കാര്യം, എനിക്ക് എന്തുമാത്രം സ്വീകാര്യത സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉണ്ട് എന്ന് സ്വയം വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പോൾ പത്മജ കാണുമ്പോഴത്തേക്കും VS ശിവകുമാർ, പാലോട് രവി, തമ്പാനൂർ രവി, ഇവരെല്ലാം ഓടിപ്പിഞ്ഞ് കാല വീഴുമെങ്കിൽ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വലിയ നേതാവാണെന്ന് സ്വയം തോന്നുവാണ്. ആര് വന്നാലും രാഹുൽ ഗാന്ധി വരുമ്പോൾ സ്റ്റേജിൽ കാണും പത്മജ, അപ്പോഴും വിചാരിക്കടാ ഇത്ര സ്റ്റേജിൽ ഈ ആളുകളെല്ലാം വന്നിരിക്കും എന്നെ കാണാൻ. അങ്ങനത്തെ ബോധത്തോടെ മത്സരിക്കുന്ന അല്ലെ ആ സ്ഥാനാർത്ഥികളാണ്, അല്ലെ അങ്ങനെ നയിക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ ശാപം. അന്നും ഇന്നും എന്നും
ഇപ്പം നമ്മൾ എത്രയോ കാലം കഴിഞ്ഞിട്ട് ചാലക്കുടിയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പറ്റുമോ? ചാലക്കുടിയിൽ പനമ്പള്ളി പോകുന്നതാണ് ജയിച്ച സീറ്റാണ്. 67 തുച്ഛമായ വോട്ടിനാണ് ജയിച്ചത്. എല്ലാം കംപ്ലീറ്റ് പാർലമെൻറ്റ് സീറ്റുകൾ നഷ്ടപ്പെടുമ്പോഴും കോൺഗ്രസ് ജയിച്ചു. പനമ്പള്ളി പോകുന്നതാണ്. അത് തൃശ്ശൂർ ജില്ലയിലാണ്. ആ ജില്ലയിൽ ഇപ്പോൾ തൃശ്ശൂർ തന്നെ, തൃശ്ശൂർ വളരെ എൻ്റെ തൃശ്ശൂരിൻ്റെ പാറ്റേണുണ്ട്. പാർലമെൻറ്റിലേക്ക് ഒരു പ്രാവശ്യം TN പ്രതാപൻ ഒഴിച്ച് ബാക്കി കോൺഗ്രസ് ജയിച്ചിരിക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ക്രൈസ്തവ കമ്മ്യൂണിറ്റി എന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. മുരളീധരൻ അവിടെ ഒരു റോങ് ചോയ്സ്, തെറ്റായ ചോയ്സായിരുന്നു. കാരണം മുരളി അവിടെ മത്സരിക്കുന്നതിന് പകരം ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചിത്രം മാറുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് സുരേഷ് ഗോപിക്ക് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ ആ സമുദായത്തിൽ നിന്ന് കിട്ടില്ലായിരുന്നു. അല്ല, ടാക്ടിക്കൽ എത്ര ക്രൈസ്തവ സമുദായത്തെ കൊള്ളാവുന്നവരെങ്കിൽ നിർത്തണമായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ പുതിയ ആൾക്കാരെ നിർത്തിയാൽ പോലും കുഴപ്പമില്ല. അതിന് പകരം ആ പാറ്റേൺ മറന്നുകൊണ്ട് ആകെ ജയിച്ച് TN പ്രതാപൻ മാത്രമേ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുള്ളൂ. അത് മറ്റൊരു സമുദായത്തിന് സ്ട്രോങ് പിന്തുണ കിട്ടിയുണ്ട്. അല്ലെങ്കിൽ TN പ്രതാപൻ ജയിക്കില്ല. മുരളി അതിന് പറ്റിയ സ്ഥാനാർത്ഥി അല്ല അവിടെ. അന്നൊരു അതിശക്തമായൊരു തരംഗം സുരേഷ് ഗോപി ഇത്രയും വളർന്നു വന്നിട്ടില്ല ആ സമയത്ത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു പാറ്റേൺ മാത്രം എടുത്തു നോക്കിയാൽ ഒരു ഹൈന്ദവ മണ്ഡലമാണ്, അങ്ങനെ പറയേണ്ടി വരും. അത് നമുക്ക് ശക്തൻ്റെ തട്ടകം, വടക്കുന്നാഥൻ്റെ സവിധം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നഗരമധ്യത്തിൽ ഒരിക്കലും കോൺഗ്രസ്സിന് പരാജയം പരാജയം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്നു. 1991 മുതൽ തേറമ്പിൽ രാമകൃഷ്ണന്റെ തേരോട്ടമായിരുന്നു. 25 വർഷം 2011 തെരഞ്ഞെടുപ്പ് അതായത് 16 വരെ അദ്ദേഹമായിരുന്നു. 91 മുതൽ 2016 വരെ അദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥത കൊണ്ട് മാറ്റിയതായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പോകുന്നത് വരെ ഇത് പിടിച്ചു നിർത്തിയ ഈ മണ്ഡലത്തെ എങ്ങനെ ഇവർ കൈവിട്ടു? അല്ല, അത്രയും കാലം വർക്ക് ചെയ്തിട്ടും തേറമ്പിൽ രാമകൃഷ്ണൻ പ്രധാനപ്പെട്ട നിയമസഭാ സ്പീക്കറായി. അല്ലാതെ ഒരു സ്ഥാനവും കിട്ടാത്തയാളാ മനുഷ്യൻ. എന്നിട്ട് പോലും മന്ത്രിയുടെ പ്രഭാവമൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഇത് പത്മജ പറയുന്നത് തന്നെ ഞാൻ ജയിച്ച മന്ത്രിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. BJP ചെന്ന് ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഗവർണറായിട്ട് വരിക എന്നാണ് പറയുന്നത്. ഒന്നടെ ഇങ്ങനെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കാണുമ്പോൾ ഈ നമ്മൾ മീനൊഴി ചെല്ലുന്ന പോലെ, എവിടെയെങ്കിലും ഉറുമ്പ് പഞ്ചാര കാണുമ്പോൾ ചെല്ലുന്ന പോലെ അത് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ്. സത്യം പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയാൽ എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതല്ല. എൻ്റെ അച്ഛൻ എല്ലാ കാര്യം എന്നോട് ആലോചിച്ചുകൊണ്ടിരുന്നു. അതെ, ഞാൻ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ജനങ്ങൾക്കിടയിലായിരുന്നു എന്ന് പറയാൻ ഇവർക്ക് കഴിയാത്തത് കൊണ്ടാണല്ലോ ഈ തോൽവി സംഭവിച്ചത്. എന്നിട്ട് പറയാം ഞാൻ എന്നെ ജയിപ്പിച്ചാണോ? അത് കോൺഗ്രസ്സുകാരുടെ പാർട്ടി. തീർച്ചയായും ഇങ്ങനെ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞും കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നും കുതികാൽ വെട്ടിയും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വന്നതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂരിനെ പോലെയുള്ള നമ്മുടെ ലീഡർ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് തിരിച്ചു പിടിക്കണമെങ്കിൽ അതിശക്തമായി തന്നെ സ്ഥാനാർത്ഥി മാത്രമല്ല കോൺഗ്രസിൻ്റെ മനസ്സ് തന്നെ മാറേണ്ടി വരും തൃശ്ശൂർ ജില്ലയിൽ. അല്ല, കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പുതിയ ഊർജ്ജം കൊടുക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് വേണം തൃശ്ശൂർ. അതില്ല. അതെ, തൃശ്ശൂരിൽ അതാണ്. ആരാ ഉള്ളത്? ഒന്ന് PC ചാക്ക ഉണ്ടായിരുന്നു, ഒരു മാധവൻ ഉണ്ടായിരുന്നു, തെറമ്പിൽ രാമകൃഷ്ണന്റെ ഫീൽഡിൽ മാത്രമേ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. പുറത്തേക്ക് അത് പ്രസരിപ്പിക്കാൻ പറ്റില്ല. ചാലക്കുടിയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ മണലൂർ ദേവസ്വക്കുട്ടി എന്ന് പറഞ്ഞ ഒരു MLA അങ്ങേരുടെ നിയമസഭാ പ്രസംഗങ്ങളോ ശക്തമായ പ്രസംഗമില്ലായിരുന്നു. അതങ്ങനത്തെ VM സുധീരൻ അത് പറയേണ്ടി വരും. കാരണം VM സുധീരൻ ഒരു പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഈ നേതാക്കളെ കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരു തോന്നലുണ്ടായാൽ പഴയ നേതാക്കൾ, അതായത് VM സുധീരൻ, മുല്ലപ്പള്ളി, അതുപോലെയുള്ള ആളുകളൊക്കെ തിരിച്ചു വന്ന് മത്സരിക്കുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അങ്ങനെ വരുമോ ഉള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ വന്നാൽ VM സുധീരൻ വീണ്ടും തൃശ്ശൂരിലേക്ക് വന്നാൽ ഒരു പക്ഷേ തൃശ്ശൂരിൽ കോൺഗ്രസ് പച്ച പിടിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഇപ്പോൾ ഒരു 5-6 നേതാക്കന്മാർ മുഖ്യമന്ത്രിയാകാൻ റെഡിയായിട്ട് നിൽക്കണം. അവരെക്കാൾ തലയെടുപ്പുള്ള ഒരു നേതാവ് മത്സര രംഗത്തേക്ക് വരാൻ വന്നാൽ ഇവരുടെ സമീപനം എന്തായിരിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കി വരാൻ സുധീരന് ഇഷ്ടപ്പെടുമോ? ഇല്ല. എല്ലാവരും യോജിച്ച് സുധീരനെ. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ പ്രകാരം ഈ ലഹരി മാഫിയകളും ലഹരിക്ക് അടിമയായിട്ടുള്ളവരും ഒക്കെ ഇത്രയധികം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഈ അങ്ങനെയുള്ളവരെ അടിച്ചമർത്താനും ലഹരിക്കെതിരെ എല്ലാ തരത്തിലും പോരാട്ടം നടത്തുന്ന VM സുധീരനൊക്കെ ഇത് കടന്നു വരികയാണെങ്കിൽ
ഈ അമ്മമാരുടെ മനസ്സിലൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്നുള്ളൊരു ചിന്ത UDF ക്യാമ്പുകളിലുണ്ട്. സുധീരൻ വരികയാണെങ്കിൽ അങ്ങനെയുള്ളൊരു തൃശ്ശൂർ മാത്രമല്ല മറ്റു എറണാകുളത്ത് മറ്റു പല സ്ഥലത്തും കിട്ടും. അതെ അതെ, അങ്ങനെയുള്ളൊരു, അതായത് UDF എന്തിനോ വേണ്ടി, അതായത് UDF 2026 കേരളത്തിനൊരു മാറ്റം കൊണ്ടുവരുന്നു പൊതുജനങ്ങൾക്കിടയിൽ എന്നൊരു തോന്നൽ സുധീരനൊക്കെ മത്സരിപ്പിച്ചാൽ ഉണ്ടാകും. അങ്ങനെ വന്നാൽ സുധീരൻ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ അതൊരു പക്ഷേ ഗുണം ചെയ്യും. ഇനി നമ്മൾ ഗുരുവായൂരിലേക്ക് പോവുകയാണെങ്കിൽ, ഗുരുവായൂർ മണ്ഡലം മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ഗുരുവായൂരിൻ്റെ പ്രത്യേകത ക്ഷേത്ര നഗരിയായിട്ട് കൂടി എന്നാണ് നമ്മുടെ ക്ഷേത്ര നഗരി എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ പല കോൺഗ്രസിൻ്റേതായാലും ലീഗിൻ്റേതായാലും CPM-ൻ്റേതായാലും ജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണത്. അതെ, ക്ഷേത്ര നഗരി. പക്ഷെ മറ്റൊരു അത്ഭുതം, കെ മുരളീധരൻ എല്ലാ സ്ഥലത്തും 3-ാം സ്ഥാനത്ത് പോകുക അല്ലെങ്കിൽ ലീഡില്ലാതെ വരികയും ചെയ്യപ്പോൾ കെ മുരളീധരന് മുൻതൂക്കം കിട്ടിയ ഒരു നിയോജകമണ്ഡലം എന്ന് പറയുന്നതാണ് ഗുരുവായൂർ. അതിൻ്റെ അർത്ഥം ഇപ്പോഴും ഗുരുവായൂരെ ജനങ്ങൾ കോൺഗ്രസിനോടൊരു ഗുഡ് വില്ല് സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഗുഡ് വില്ല് സൂക്ഷിക്കുന്നതാണ്. അത് മുതലാക്കാൻ കഴിയുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും മുമ്പ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ മുസ്ലിം ലീഗിനാണ് ആ സീറ്റ് കൊടുക്കുന്നത്. തൃശ്ശൂർ മുസ്ലിം ലീഗിന് ലീഡർഷിപ്പ് ഇല്ലെന്നേ, അതില്ല. അവിടെ ഇവിടെ നമുക്ക് മലപ്പുറത്ത് ഫിറോസിനെയോ അല്ലെങ്കിൽ KM ഷാജി രണ്ടത്താണിയൊക്കെ വരികയാണെങ്കിൽ, രണ്ടത്താണി പുനലൂർ പോകുന്നതിന് ഇവിടെ ഗുരുവായൂർ നിന്നാൽ മതി. കഴിഞ്ഞ തവണ KNA ഖാദർ വരുമ്പോൾ രണ്ടത്താണിക്ക് അവിടെ പ്രസക്തിയില്ല. പക്ഷെ KNA ഖാദർ രാഷ്ട്രീയത്തിൽ നിന്ന് അത്ര മാറി നിന്നൊരവസ്ഥയിലാണുള്ളത്. അല്ല, KNA ഖാദർ മുസ്ലിം ലീഗിന്റെ കൊള്ളാവുന്ന കുറെ ആൾക്കാരിലുള്ളതാണ് KNA ഖാദർ. അതെ, പക്ഷെ KNA ഖാദർ കാല് പിടിച്ച് ചോദിക്കുന്ന സ്വഭാവമില്ല. പറയാനുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയും. എന്നാൽ അതിന് ഇവർക്ക് ലീഗിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെയോ പണക്കാട് സാഹിബിൻ്റെയോ സപ്പോർട്ട് ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം അവർ നിർത്തുന്ന ഇബ്രാഹിം കുഞ്ഞിനെ പോലുള്ള ഒരു ജയിക്കുമെന്നുള്ളതല്ല, അവർ അങ്ങനെയുള്ളവരെ നിർത്തും. പക്ഷെ ഗുരുവായൂരൊന്നും അത്ര പെട്ടെന്ന് ജയിപ്പിച്ച് എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല ലീഗിന്. നമുക്കറിയാം PKK ബാവയൊക്കെ ഒരുപാട് സമയം. അല്ല, അതിലെ പ്രശ്നം തന്നെ കോൺഗ്രസിന്റെ അണികൾ നിരാശരായിട്ടിരിക്കുക. അതാണ്. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് മത്സരിക്കാൻ പറ്റുന്ന സീറ്റാണ് ഗുരുവായൂർ. ലീഗിന് ഇവിടെ തന്നെ ഒരു വെച്ചുമാറ്റം നടത്താം. അതെ, ഇതുപോലെ തന്നെ ഒരു മറ്റു പല സ്ഥലത്തും നടന്ന വെച്ചുമാറ്റം നടത്തിയാൽ തൃശ്ശൂർ ജില്ലയിൽ അതിന് പകരം കൊടുക്കാൻ ഒരു സീറ്റില്ല. സുധീരനാണ് മത്സരിക്കാൻ പറ്റുന്നെങ്കിൽ തൃശ്ശൂർ ജില്ല വേണമെന്നില്ല, ഇപ്പുറത്ത് എറണാകുളത്ത് കൊടുക്കാമല്ലോ, വേറെ അങ്ങോട്ട് കൊടുക്കാമല്ലോ, കൊച്ചിക്ക് വരെ ഇപ്പുറം മട്ടാഞ്ചേരിയോ വൈപ്പിനോ കൊടുക്കാമല്ലോ, വൈപ്പിൻ വേണമെങ്കിൽ. അതെ, അങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഈ ഗുരുവായൂർ UDFന് പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ്. പക്ഷെ തുടർച്ചയായി അബ്ദുൾ ഖാദറും അതുപോലെ ഇപ്പോഴുള്ള അക്ബറും ഒക്കെ LDFൻ്റെ സ്ഥാനാർത്ഥികളായി CPM-ൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അബ്ദുൾ ഖാദർ 2 തവണയായി 10 വർഷം അവിടെ MLA ആയി. ഇപ്പോൾ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. തൃശ്ശൂരിൻ്റെ ജില്ലാ സെക്രട്ടറിയായി ഒരു മുസ്ലിമിനെ CPM കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ CPM അവിടെ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്നുള്ളൊരു സൂചന അവിടെ അതുവഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ബറിൻ്റെ 2ാം ഊഴം, അക്ബറിനെ മാറ്റാൻ സാധ്യതയില്ല. അപ്പോൾ അക്ബറിന് പകരമായി വളരെ ശക്തമായി ഉള്ള ഒരു ബദലായി വരാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ വെക്കുക. ഇപ്പം മുരളീധരനെ മനസ്സുകൊണ്ട് ഗുരുവായൂരുകാർ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മുരളീധരന് സമാനമായി, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് സമാനമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരികയാണ്. തീർച്ചയായും ഗുരുവായൂർ സീറ്റ് UDFന് പിടിച്ചെടുക്കാം. അല്ലെങ്കിൽ അവിടെ വെച്ച് മറക്കാം. അല്ലെങ്കിൽ അത് അങ്ങനെ പറയുമ്പോൾ ഒരു കാരണവശാലും UDFൽ മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല സീറ്റ്. എങ്കിലും വിട്ടുകൊടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാം. അല്ലെങ്കിൽ മുസ്ലിം ലീഗിലും ഉണ്ടല്ലോ ഇതേ തരത്തിലുള്ള നല്ല സ്ഥാനാർത്ഥികൾ. അതെ, ഫിറോസ് ചിലപ്പോൾ താനൂറിൽ നിന്ന് വരാൻ സാധ്യതയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്ത് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണ്. അതെ, നല്ല ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളാണ്, വോട്ട് പിടിക്കാൻ അറിയാവുന്ന സ്ഥാനാർത്ഥികളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ഗുരുവായൂരും UDFന് നേടാം. അല്ലെങ്കിൽ അതും ഗുരുവായൂർ UDFന് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലം. ഇനി നമ്മൾ മൂന്നാമത്തെ കൊടുങ്ങല്ലൂർ മണ്ഡലം പഴയ മാളയൊക്കെ ഉൾപ്പെടുന്നതാണ്. മാളയുടെ കുറേ ഭാഗങ്ങൾ. അതെ. അപ്പോൾ കൊടുങ്ങല്ലൂർ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, ഒരു കാലഘട്ടത്തിലെ ചരിത്രത്തിൽ കൊടുങ്ങല്ലൂർ എന്നൊരു കോൺഗ്രസ് നേതാവാണ് അബ്ദുൾ ഖാദർ. അപ്പോൾ ഈ അബ്ദുൾ ഖാദർ എന്ന് പറഞ്ഞ ആൾ പണ്ട് സാമുദായിക അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം. ക്രിസ്ത്യാനിയുടെ സീറ്റെല്ലാം തെള്ളി വക്കീൽ എന്ന് പറഞ്ഞ കോട്ടയത്ത് ഒരു വക്കീലുണ്ട്, മനോരമയുടെ ആളാണ് തെള്ളി വക്കീൽ. മുസ്ലിംസിൻ്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ തീരുമാനിച്ചിരുന്നത് ഈ അബ്ദുൾ ഖാദറാണ്. കൊടുങ്ങല്ലൂർക്കാരൻ അബ്ദുൾ ഖാദറാണ്. കോൺഗ്രസിൻ്റെ ഈ മലബാർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന ആളാണ്. അതുപോലെ NSSൻ്റെ പെരുന്നേന്ന്
അതെ. അപ്പോൾ അത്രയ്ക്ക് മാത്രം കോൺഗ്രസിന് പ്രാധാന്യമുണ്ടായിരുന്ന, വൈകാരികമായി സ്വാധീനമുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു കൊടുങ്ങല്ലൂർ. അതെ. കൊടുങ്ങല്ലൂർ പിന്നെ ജയിക്കാൻ പറ്റിയത് സമുദായ കാർഡിറക്കി ഒരു പ്രാവശ്യം മത്സരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു നോക്കി. ഇടതുപക്ഷത്തിന് ഇത്രയേ ഉള്ളൂ, ഇടതുപക്ഷത്തെ അവിടെ തോൽപ്പിക്കാൻ പറ്റും എന്ന് കാണിച്ചു തന്നത് JSSന്റെ ബാനറിൽ ഉമേഷ് ചുള്ളിയിൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത്. ഗൗരിയമ്മയുടെ ഇച്ഛാശക്തി എന്ന് തന്നെ വേണം പറയാം. ഗൗരിയമ്മയുടെ ഇച്ഛാശക്തി അല്ല, അവിടെ കോൺഗ്രസിന്റെ ശക്തി. അവിടെ JSS എവിടെയുള്ള അവിടെ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ്സുകാർ നല്ല സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോൾ, ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നു. ഈ ഈഴവ സമുദായത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മണ്ഡലം. ഈഴവ സമുദായത്തിന് പ്രാധാന്യം നൽകുന്ന കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ TP സെൻകുമാറിനെയാണ് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ആദ്യം TP സെൻകുമാറിനെ കൊടുങ്ങല്ലൂർ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. കോൺഗ്രസ് അല്ല, BJP മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ TP സെൻകുമാറിനെ അവിടുന്ന് BJP മാറ്റിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൺസോളിഡേറ്റ് ആയിട്ട് ഈഴവ വോട്ടുകൾ CPIക്ക് കിട്ടി. VK രാജന്റെ മകൻ അങ്ങനെ പല അതാണ് അങ്ങനെ. അപ്പോൾ കോൺഗ്രസ് അവിടെ അപ്രസക്തമായി. VR സുനിൽകുമാർ. അങ്ങനെ കോൺഗ്രസ് അവിടെ അപ്രസക്തമാകുകയാണ്. അതെ, കോൺഗ്രസ് ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ അവിടെ ഒന്നുമില്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റും. ഈ കൊടുങ്ങല്ലൂർ കോളേജ്, കുഞ്ഞിക്കോട്ട്, അസ്മാബി, ഇതെല്ലാ കോളേജുകളും കൈവശം ഉണ്ടായിരുന്ന, ഭയങ്കരമായിട്ടുണ്ടായിരുന്ന, അതെല്ലാം തകർത്ത് ആയിക്കഴിഞ്ഞപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞ തകരാറ്, ഞാൻ നേതാവാണെന്നുള്ള തോന്നലുണ്ടാകുന്ന കുറേ ആൾക്കാർ, ഞാൻ ഒരു പ്രാവശ്യം MLA ആയി, അല്ലെ ഒരു പ്രാവശ്യം DCC സെക്രട്ടറി ആയി, ഞാനാണ് നേതാവ്, ഞാനാണ് ഇവിടെ മത്സരിക്കേണ്ടത്, ഒരു പണിയും ചെയ്യുക. അല്ല, ഈ 2016 ആദ്യം 2011 TN പ്രതാപനായിരുന്നു കൊടുങ്ങല്ലൂരിൽ മത്സരിച്ച് ജയിച്ചു. മത്സരിച്ച് ജയിച്ച TN പ്രതാപൻ അവിടെ നിന്ന് 2016 ഒരു കാരണവുമില്ലാതെ മാറുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് സീറ്റില്ല, ഞാനിവിടെ ജയിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ അദ്ദേഹം അവിടെ കഴിവുകെട്ടവനായി എന്നുള്ള സ്വയം വിലയിരുത്തലല്ലേ. അങ്ങനെ അദ്ദേഹം മാറുന്നു, CPIയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു, പിന്നീട് സുനിൽകുമാർ തന്നെ ജയിക്കുന്നു. അങ്ങനെ അത് ഒരു CPI അല്ലെങ്കിൽ LDFന്റെ മണ്ഡലമായി മാറുന്നു. അല്ലെങ്കിൽ അത് സുഖമായി പ്രതാപന്റെ കയ്യിലിരിക്കാവുന്ന മണ്ഡലമാണ്. കരുണാകരന്റെ മാള ഉൾപ്പെടുന്ന മണ്ഡലമാണ്. അല്ലല്ല, CR മഹേഷിന്റെ കരുനാഗപ്പള്ളി പോലെ പ്രതാപന് വീണ്ടും ജയിച്ചു വരായിരുന്നു. പ്രതാപൻ MP ആയി ഉണ്ടായിരുന്ന തൃശ്ശൂരിൽ നിന്ന് മാറിയതുപോലെ അത് അദ്ദേഹം ആദ്യം തന്നെ മാറാൻ തീരുമാനിച്ചു. പ്രതാപൻ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല സ്ഥിതി. അല്ലെ രണ്ടാമതെങ്കിലും വന്നേനെ. രണ്ടാമതെങ്കിലും വന്നേനെ. ഇത് മുരളി അവിടെ ചെന്നപ്പോൾ തീവ്ര സമുദായത്തിന് അതിർത്തി, ആ വോട്ടും പോയി. ഇപ്പുറത്തോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയില്ല, കാര്യമായിട്ട് കിട്ടിയില്ല. സമുദായത്തിന്റെ വോട്ടും. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പാകപ്പിഴകൾ, ഇതാണ് സംഭവിക്കുന്നത്. ഈ സ്വയം മാറാനുള്ള ജയിച്ച സ്ഥാനാർത്ഥികൾ, അതായത് MLA മാർ ഒരു മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന, അല്ലെങ്കിൽ അവർ വ്യക്തിപരമായി അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പരാജയപ്പെടുന്ന ഒരവസ്ഥ, ഇതൊക്കെ കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ വലിയ രീതിയിൽ ഈ ഗ്രൂപ്പിസം ഒക്കെ കൊണ്ട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ പിടിച്ചെടുക്കാവുന്ന ഒരു മണ്ഡലം കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂർ കൂടി UDFന് എങ്ങനെ കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, തൃശ്ശൂർ പോലെയുള്ള പ്രധാനപ്പെട്ട പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമേ ഇന്ന് കയ്യിലുള്ള 41 പുറമെ 30 സീറ്റും കൂടുതൽ കിട്ടിയാൽ മാത്രമേ കേരളത്തിൽ അധികാരത്തിൽ പറ്റുള്ളൂ. ഈ VD സതീശനൊക്കെ പറയുന്നത് പോലെ 63 സീറ്റുകൾ കോൺഗ്രസിന്റെ കയ്യിൽ വരും എന്നുള്ളത് VD സതീശന്റെ കാഴ്ചപ്പാടായിരിക്കാം. പക്ഷേ അത് എവിടെ നിന്ന് വരും എന്ന് ചോദിച്ചാൽ ഒരാൾക്കും ഒരു ഉത്തരവുമില്ല. അല്ല, ഒരു കാര്യം കൂടെ ഉത്തരവില്ല എന്നില്ല. അവിടെ തൃശ്ശൂർ ഏറ്റവും അനുകൂലമായ സാഹചര്യം, ഇപ്പം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, അങ്ങനത്തെ സാഹചര്യങ്ങൾ പലതുണ്ടായിട്ടും അത് മുതലാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഒരു ദിവസം ഒരു അനിൽ അക്കരെ വന്ന് പറയുന്നു, ഒരു ദിവസം മറ്റൊരു നേതാവ് വന്ന് പറയുന്നു, ഒരു ദിവസം TN പ്രതാപൻ വന്ന് പറയും, തീർന്നു. അതിനപ്പുറത്തേക്ക് ഒരു പ്രചരണ പരിപാടിയോ പത്രസമ്മേളനം അല്ലെങ്കിൽ ഒരു ജലവീരെങ്കിൽ അത്രേ, രണ്ടും കൊണ്ട് സമരം തീർന്നു. അതല്ലാതെ കരുവന്നൂർ ബാങ്കൊക്കെ അത് കോൺഗ്രസ്സുകാരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ കോൺഗ്രസ്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്കുകൊണ്ട് പറഞ്ഞ കാര്യമാണ് കരുവന്നൂർ ബാങ്ക് എന്നുള്ളത്. അത്രയ്ക്കും വലിയ തട്ടിപ്പാണ് നടന്നതെന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു വിഷയത്തിന് നടപടിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ആ ഒരു വിഷയത്തെ പോലും കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു ഇതുവരെ. ഇനിയൊരു വർഷം മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഇനിയെങ്കിലും എന്തെങ്കിലും കണ്ടും മറിഞ്ഞും പോരാട്ടം നടത്തിയാൽ പിടിച്ചെടുക്കാവുന്ന മണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ 3 മണ്ഡലങ്ങൾ. എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ ഒരു പക്ഷേ ഒരു മാറ്റമുണ്ടായാൽ, DCCക്കൊക്കെ ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്,
അതിപ്പോൾ മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ തദൈവ കഴിഞ്ഞ ഉണ്ടാകാതെ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ഉണ്ടാകാതെ മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ അതൊരു കോൺഗ്രസിൻ്റെ പാരമ്പര്യം. അതെ, ഇതേ രീതിയിലൊരു കോൺഗ്രസ് നേതൃത്വമായിരുന്നു KSUവിൻ്റെ രൂപീകരണ സമയത്ത് കേരളത്തിലുണ്ടായിരുന്നത്. ഇതേ രീതിയിലുള്ള ചത്ത ചതഞ്ഞു എന്ന് പറഞ്ഞാൽ അന്നാണ് പന്നമ്പള്ളി ഗോവിന്ദൻ്റെ ഫേമസ് വാചകം വന്ന മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ വില്ല് പോലെ, അല്ലെങ്കിൽ അമ്മ വേശ്യ, അമ്മ മാർക്കറ്റ് ചിലവാതായപ്പോൾ മകളെ പറഞ്ഞു വിടുന്ന പോലെയാണ് KSUക്കാർ പിള്ളേരെ കോൺഗ്രസിന് വേണ്ടി പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞത് മറ്റാരുള്ള പനമ്പള്ളി ഗോവിന്ദനാണ്. അങ്ങനെ ആ KSUക്കാർ പിള്ളേർ വന്നാണ് പിന്നീട് ഈ പഴയ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരുതരം ചവിട്ടി പുറത്താക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് വരികയും കോൺഗ്രസിന് തുടർച്ചയായി വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ ആ ജയിച്ചു വന്നവർ ഇന്ന് പഴയ കോൺഗ്രസ്സുകാരേക്കാൾ കഷ്ടമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് അത് മറ്റൊരു കാര്യം. ഏതായാലും നമ്മൾ തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് മുഴുവൻ പറഞ്ഞില്ലെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ LDFിൻ്റെ കയ്യിലുള്ള ഒരു പക്ഷേ UDFിന് അധികാരം ലഭിക്കണമെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന 3 മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി മറ്റു മണ്ഡലങ്ങളുമായി ഇനിയൊരു ദിവസം വരാം. നമസ്കാരം.